നമ്മളങ്ങനെ ബാങ്കോക്കിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് കാണാൻ പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ സൈഡിൽ തന്നെ വലിയൊരു ഗ്യാരേജുകളാണ് കണ്ടത്. എല്ലാം പാർസൽ സർവീസ് ചെയ്യുന്നതാണ്. വലിയൊരു ട്രക്കിൽ കൊണ്ടുവന്ന് കുറേ പാർസലുകൾ കൊണ്ടുവന്ന് സോർട്ട് ചെയ്യുന്നു. ചെറിയ ചെറിയ വണ്ടികളിൽ അതെല്ലാം കയറ്റിയിട്ട് പാർസൽ ഡെലിവറി ബോയ്സ് എല്ലാം പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ട്, ആമസോണും പോലെ തന്നെ ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആമസോണും ഉണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഡെലിവറി സർവീസാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വലിയ ഷോറൂമാണ്. ഇതേ കണക്കൂർക്കാണ്. നമ്മുടെ നാട്ടിലെ കണക്കൂർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കുറേയേറെ ഗ്യാരേജുകളൊക്കെയാണ്. പിന്നെ കുറേ വേസ്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഫാക്ടറി ഔട്ട്ലെറ്റുകളോ അല്ലെങ്കിൽ ഇതുപോലെ പാർസൽ സർവീസിങ് ഏജൻറ്റുകളായിരിക്കും. ഇവിടെ കാണുന്നതൊക്കെ ഇതുപോലത്തെ ട്രക്കുകളാണ് കേട്ടോ. കാരണം അവർക്ക് ഈ വർക്കുകളും മറ്റുള്ള കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാം, ഫാമിലിയായിട്ട് പോകാമല്ലോ. ഇത് നോക്കിയാൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്കൂട്ടർ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല നല്ല ഹോട്ടലുകളാണ് കേട്ടോ. എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകളാണ്. കുറച്ച് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേ കൊടുക്കുന്ന ഹോട്ടലുകളുമുണ്ട്. ഇവിടെ കുറേ കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടടാ. സ്ഥിരമായിട്ട് താമസിക്കുന്നവരുടെ വല്ല പാർക്കിംഗ് ഏരിയ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ താമസിച്ച ഭാഗത്ത് വെയർ ഹൗസിംഗ് ആണെന്ന്. എല്ലാവരുടെയും ഇതുപോലെ ഡെലിവറി ഐറ്റംസ് കൊണ്ടുവന്ന വണ്ടികളും ഇത് നോക്കി അടിപൊളിയായിട്ടുണ്ടല്ലോ ഈ സ്കൂട്ടിയെ കാണാൻ. അതുപോലെ ഇതാ അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത വാഹനങ്ങളും. ഇത് നോക്കി, ഈ ബൈക്ക് നന്നായിട്ടുണ്ടല്ലേ കാണാൻ. നമ്മുടെ GT ഒക്കെ പോലെ ഉണ്ട്. GTയുടെ ഒരു കുഞ്ഞു വേർഷൻ. അതുപോലെ ഒരുപാട് ബൈക്കുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മത്തി വിൽക്കാൻ കൊണ്ടുപോയില്ലേ നാട്ടിൽ എന്ന പോലെയാണ്. ഈ ബാക്കിൽ വലിയൊരു പ്ലാസ്റ്റിക് പെട്ടി വെച്ചിട്ടാണ് അതിലാണ് ഡെലിവറി കൊണ്ടുവന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരുടെയും വെയർ ഹൗസിംഗ് ആണ്. അതുപോലെ തന്നെ ഷിപ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അറേഞ്ച് ചെയ്യണം അവർ. ഇവിടെ നോക്കിയാൽ നല്ല നല്ല വലിയ ബിൽഡിങ്ങും. ഇത് അടിപൊളി SUV കേട്ടോ. ഇത് അടിപൊളി. ഇത് റാലി കാറാണ്. സിട്രോയിൻ്റെ ഒരു റാലി കാറാണ് കേട്ടോ. അതിങ്ങനെ ഉപേക്ഷിച്ച് കേടുവന്ന് കിടക്കുകയാണ്. ഇത് വലിയൊരു മണി എക്സ്ചേഞ്ചാണ്. നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്. വലിയൊരു ബാങ്ക് പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അകത്ത് പോയി കാണാനൊന്നും വഴിയില്ല. ഞാൻ ഇത് വിചാരിച്ചാണ് എന്താ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാത്തത്. ആദ്യം കണ്ട തന്നെ ആന്ധ്ര റെസ്റ്റോറൻറ്റ്. ഇവിടെ ആന്ധ്ര റെസ്റ്റോറൻറ്റ് ഉണ്ട് ബാങ്കോക്കിൽ. ആളൊന്നുമില്ല, രാവിലെ നേരത്തെ ആയതുകൊണ്ടായിരിക്കണം. ഇത് പിന്നെ നമ്മൾ പച്ചില ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഈ തായ്ലാൻഡിൽ മിക്ക ഇടങ്ങളിലും. എൻ്റെ അമ്മോ, എന്ത് ലുക്കാണ് ഈ ഓടി കാണാൻ. ഇപ്പോഴത്തെ കാറും കൊള്ളാം, പക്ഷേ എൻ്റെ കണ്ണ് പെട്ടെന്ന് ഉടക്കിയത് ഈ ഓടിയിലോട്ടാണ്. അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ വെയിൽ കൊള്ളാണ്ടിരിക്കാനുള്ള ഒരു കുട ഉണ്ടാക്കിയിരിക്കുന്ന നോക്കി അടിപൊളിയായിട്ടുണ്ട്. നല്ല വിലപിടിപ്പുള്ള വണ്ടിയാണ് കേട്ടോ. ഓടിയുടെ ഹാച്ച് ബാക്ക് നന്നായി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഇവിടെ ഡെലിവറി എക്സിക്യൂട്ടീവ്സ് ഇങ്ങനെ കയറ്റി അവർ ഇനി പാർസൽ സർവീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ നോക്കിയ ഹോട്ടലൊക്കെ നല്ല അറേഞ്ച് ചെയ്തിട്ട്. ഇവിടെയൊക്കെ മസാജിങ് സെൻറ്റർ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങിയത് കാരണം ഇതൊന്നും തുറന്നിട്ടില്ല, പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ആൾക്കാരാരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഇരിക്കേണ്ടുള്ളൂ. അപ്പം നമ്മളത് കയറാതെ നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ് കാണിക്കുന്നത്. സ്ട്രീറ്റിലെ കാഴ്ചകൾ നോക്കി എന്ത് വലിയ ബിൽഡിങ്സാണ്. ഇതെല്ലാം താമസിക്കുന്ന ഹോട്ടലുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ടൂറിസ്റ്റിനായിട്ട് വേണ്ടിയുള്ള ഹോട്ടലുകളാണ്. ഈ കാണുന്നതാണ് ടുക് ടുക് വണ്ടി കേട്ടോ. തായ്ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മിക്കവാറും ഓട്ടോയ്ക്ക് പകരം യൂസ് ചെയ്യുന്ന വണ്ടി ഇതായിരിക്കും. എന്താ ലുക്കിലെ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയ പോലെ ഒരു വണ്ടിയാണ് ഈ ടുക് ടുക് വണ്ടികൾ. തായ്ലാൻഡിലെ ഫേമസ് ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും എടുക്കും. ഇതിലൊരിക്കൽ സഞ്ചരിക്കണം കേട്ടോ. നമ്മൾ ഇന്ന് പറ്റിയ എന്ന് തന്നെ ഒന്ന് നോക്കണം. നമ്മൾ ഇനിയും നോക്കുന്നുണ്ട്, വേറെ വണ്ടികളൊക്കെ നോക്കുന്നുണ്ട്. നല്ല സൗണ്ടൊക്കെയാണ് ഇതിൻ്റെ. എന്തായാലും കാണുമ്പോൾ കേൾപ്പിച്ച് തരാം കേട്ടോ. ഇതിപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത് സിമ്പിളായിട്ട് കണ്ടോ. നമ്മുടെ പഴയ കപ്പൽ ഓട്ടോൻ്റെ ഒരു ഫീലിംഗാണ് എനിക്കിത് കാണുമ്പോൾ തോന്നിയത്. ഉള്ളിലൊക്കെ സിമ്പിളായിട്ടുള്ള വണ്ടി. നമ്മുടെ നാട്ടിൽ കപ്പൽ ഓട്ടോ ഓർമ്മയുള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുഡ് സ്ട്രീറ്റാണ്. സ്ട്രീറ്റ് ഫുഡുകൾ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളും എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഒരു സൈഡ് മുഴുവൻ അങ്ങനെയാണ്. നമ്മുടെ റോഡിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡുകൾ, പന്നിയും കോഴിയുടെയും ഒക്കെ ഐറ്റംസാണ് കൂടുതൽ. നോൺ വെജും വെജ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ സീ ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള കാരവൻ പോലെയുള്ള വാഹനങ്ങളാണ് കുറേ ടൂറിസ്റ്റിനെയൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നോക്കണമെങ്കിൽ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പ്ലസ് തായ് റെസ്റ്റോറൻറ്റുകൾ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം മുതലാവില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് നടക്കാം കേട്ടോ. അതാണ്ടില്ലേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചേച്ചി. എന്തോ പോർക്കിൻ്റെ എന്തോ വെച്ചിട്ടുള്ള ഐറ്റംസാണ് തോന്നുന്നത്. പോർക്കും ചിക്കനും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നോക്കണ വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ തട്ടുകട സെറ്റപ്പ് തന്നെയാണ്. ഇതൊക്കെ രാത്രി ആകുമ്പോൾ ഇവരിനെ കാണണം. ഇവിടെ മൊത്തം തിരക്കായിരിക്കും കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറച്ച് മസാജിങ് സെൻറ്ററുകളൊക്കെ ഉണ്ട് കേട്ടോ.
ഇവിടെ വന്ന് മസാജ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ശരിക്കും ചെയ്യണം എന്നാണ്, നമ്മളിതുവരെ ചെയ്തില്ല കേട്ടോ. അതാണ് നമ്മൾക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ ഇത്രയും നേരം ചെയ്തില്ല. ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണമാണ് ഞാൻ ചെയ്യാണ്ടായത്. അയ്യോ, ഈ ബൈക്ക് നോക്കിയ സ്കൂട്ടി എന്ത് ലുക്കാ! ഓ, ഹൈലക്സ് ട്രക്ക് പോലത്തെ. ഈ ഭാഗത്തൊക്കെ നോക്കണമെങ്കിൽ നമ്മുടെ നാട് പോലെ തന്നെയാണ്. താഴത്തെല്ലാം കടകളും മേലെ താമസ സ്ഥലമാണ്. താഴത്ത് ബേസിക് ആയിട്ടുള്ള സോവറിങ് ഷോപ്പുകളാണ്. നമ്മുടെ ഡെയിലി ലൈഫിന് ആവശ്യമുള്ള ഷോപ്പുകൾ ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെ അതുകൂടാതെ ടൂറിസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗൈഡൻസ് കൊടുക്കുന്ന ഷോപ്പുകളും കണ്ടു കേട്ടോ. ഇവിടെ നോക്കണേ, ഇതാ തട്ടുകട, ചായക്കടേൻ്റെ സെയിം സെറ്റപ്പ്. ഇത് കണ്ടില്ലേ, തായ്ലാൻഡിൽ ലോട്ടറി ഉണ്ട് കേട്ടോ. കേരള ലോട്ടറി പോലെ തന്നെ ഇവിടെ തായ്ലാൻഡിൽ ലോട്ടറി വിൽക്കാൻ നടക്കുന്നുണ്ട് ആൾക്കാർ. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെയും ഫുഡ് സ്ട്രീറ്റുകൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, പഴമൊക്കെ 3 കിലോ 100 രൂപയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അതുപോലെയുള്ള ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ, പഴയ ബിൽഡിങ്ങുകൾ. ഇവരെല്ലാം ടൂറിസ്റ്റിനെ ആകർഷിക്കാനാണെങ്കിലും അവർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും ആയിരിക്കണമില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ രീതിക്കുള്ള ഷോപ്പുകളും അതുപോലെ തന്നെ ബിൽഡിങ്സാണ് മേലെയുള്ളത്. അപ്പോൾ ഇവിടെ സ്ഥിര താമസക്കാരായിരിക്കണം ഇവിടെയുള്ളൂ കേട്ടോ. പക്ഷേ ഒരു മാർക്കറ്റാണ് ഇത് കണ്ടില്ലേ, അടിപൊളി ഫുഡുകൾ, ഇങ്ങനെ നോൺ വെജുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. പലവിധ കറികളും ഉണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ ഫ്രൈ ഐറ്റംസ് ഒരുപാടുണ്ട്. സീ ഫുഡും അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസൊക്കെ ഒരുപാടെണ്ണം വെച്ചിട്ടുണ്ട്. കുറേ പേര് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത് നോക്കിയാൽ ഫ്രൂട്ട്സ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് പിന്നെയും വരുമ്പോൾ ലോട്ടറികൾ പിന്നെയും ഇതാണ് കേട്ടോ. തായ്ലാൻഡിലെ ലോട്ടറിയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ 150 രൂപ മുതൽ, അതായത് ഇവിടുത്തെ 150, നാട്ടിലെ ഒരു 500 രൂപേൻ്റെ അടുത്ത്. പിന്നെയും ടിക്ടോക്ക് അല്ല, ടുക്ക്. എനിക്ക് ഈ ടിക്ടോക്ക് തന്നെ ഇടയിൽ കൂടെ വരുവാണല്ലോ. ഇങ്ങോട്ട് നോക്കണേ, ബൈക്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ റെൻ്റൽ സർവീസാണ്. ഈ ബൈക്കുകളെല്ലാം നമുക്ക് പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റിന് റെൻ്റലായിട്ട് തരാൻ പറ്റും. ഡെയിലി അല്ലെങ്കിൽ മണിക്കൂറിനൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അവർ. ഇപ്പോൾ നമ്മുടെ ലൈസൻസൊക്കെ കൊണ്ടുപോയിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കുക. അല്ലാത്തവരെടുത്ത് കഴിഞ്ഞാൽ പോലീസ് പിടിച്ചാൽ നല്ല ചാർജ് വരും. അപ്പോൾ ഇതാണ് ബാങ്കോക്ക് സിറ്റിയിലെ കാഴ്ചകൾ കേട്ടോ. വലിയ ബിൽഡിങ്ങുകളും ഇഷ്ടം പോലെ വാഹനങ്ങളും, മരമില്ല. അതാണ് ടൗണിൽ ഒരു അവിടെ പോലും മരങ്ങളില്ല. ബാക്കിയെല്ലാം ഇങ്ങനെയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ. ഭയങ്കര പൊല്യൂഷനുള്ള സ്ഥലം കൂടിയാണ് ബാങ്കോക്ക് കേട്ടോ. ഇതൊരു ജംഗ്ഷൻ പോലെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടം വരെ നമ്മൾ നടന്നെത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ നടന്നപ്പോഴാണ് ഇവിടേക്ക് എത്തിയിട്ടോ. വലിയ ബിൽഡിങ്, മുകളിൽ നോക്കിയാൽ ഹെലിപാഡൊക്കെ ഉള്ള ബിൽഡിങ്സുകൾ. ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളായിരിക്കണം, അല്ലെങ്കിൽ വലിയ ഹോട്ടൽ ശൃംഖലയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ ഇതുപോലെ വലിയ ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളാണ് ചുറ്റും. ഇങ്ങോട്ട് നോക്കണത് 7-Eleven എന്ന് പറഞ്ഞ സ്റ്റോർ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇവിടെ. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡും സ്നാക്സും അതുപോലെ ഡ്രിങ്ക്സ് വേണമെങ്കിൽ അതും കിട്ടും കേട്ടോ. അതുണ്ടല്ലേ, കിറ്റ്കാറ്റൊക്കെ ഇവിടെ ഇൻ്റർനാഷണൽ കിറ്റ്കാറ്റുകളാണ് കിട്ടുക. അതുപോലെ എല്ലാം ഇൻ്റർനാഷണലാണ്. ഇന്ത്യൻ ഫുഡ്സും കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴൊന്നും കണ്ടില്ല. മിക്കവാറും തായ്ലാൻഡിലെ ഫുഡുകളായിരിക്കും, പാക്ക് ചെയ്ത ഫുഡൊക്കെയാണ് ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ തായ്ലാൻഡ് വരുന്നവർക്ക് കൺവീനിയൻ്റ് ആയിട്ടും അതുപോലെ എക്കണോമിക്കലായിട്ട് നോക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവരുടെയൊക്കെ നല്ല റേറ്റ് ആയിരിക്കും, കാരണം നമ്മൾ ടൂറിസ്റ്റ് ആണല്ലോ. ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു, ആ റേറ്റിൽ നമുക്ക് കിട്ടും. നാട്ടിലെ ഏതാണ്ടൊക്കെ ആ ഒരു റേഞ്ചിൽ ഇതില്ലേ ഫ്രൂട്ട്സ്, ഡ്രിങ്ക്സ്, അങ്ങനെ നമുക്ക് ഹാൻഡി ആയിട്ട് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇങ്ങോട്ട് നോക്കണേ, ഇത് വലിയൊരു പെട്രോൾ പമ്പാട്ടോ. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പുകൾ. നോക്ക്, ടുക്ടുക്കുകളുടെ ഒരു സമ്മേളനം. അവരെന്തോ ഒരു ആനിവേഴ്സറി പോലെ എല്ലാം വെച്ചിരിക്കും കേട്ടോ. എല്ലാത്തിൻ്റെയും മുകളിൽ ബലൂണൊക്കെ വെച്ചിട്ട് ഇഷ്ടം പോലെ ടുക്ക് വണ്ടികൾ. ഇതെല്ലാം കൂടി വരികയാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് ടുക്കിൽ യാത്ര എന്തായാലും ചെയ്യണം. ഇങ്ങനെയാണ് കേട്ടോ, സ്വയം നമുക്ക് പെട്രോളും അടിക്കാം, അതുപോലെ മറ്റുള്ളവർ അടിച്ചും തീരുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ കേട്ടോ. കുറേ നിറത്തിൽ എന്തൊക്കെയോ കണ്ടല്ലോ, കുറേ ടൈപ്പ് പെട്രോളോ ഡീസൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം ആ കളർ കോഡ്. നമ്മളെന്തായാലും അങ്ങോട്ട് പോയി ചോദിക്കുന്നില്ല, കാരണം ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ പിന്നെ ചെറിയൊരു അമ്പലമുണ്ട്, സരസ്വതി ദേവി പോലെ ഇങ്ങനെ ഇരിക്കുന്ന എന്തോ ഒരു ദേവിയുടെ അമ്പലമാണ് തോന്നുന്നു. ഇതാണ് കേട്ടോ ടുക്ക്. അതിൽ ഒരു ടൂറിസ്റ്റ് ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് നോക്കിയാൽ എന്ത് ഭംഗിയാണ്. അവർ ആ സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. സിഗ്നലിൽ കടന്നു കഴിഞ്ഞാൽ ഒന്ന് വലിച്ചെടുക്കണേ, അടിപൊളിയായിരിക്കും സൗണ്ട് കേൾക്കാൻ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അയ്യോ മോനെ, പൊളിച്ചു. പല ടൈപ്പിലുള്ള ഡ്രൈ നട്ട്സുകളുടെയും ഫ്രൂട്ട്സുകളുടെയൊക്കെ ഒരു കളക്ഷനാണ് ഇവിടെ കേട്ടോ. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ഫുഡിൻ്റെ റേറ്റിലാണ് കൊടുക്കുന്നത്.
ഇതെന്താ പെയിൻറ്റോ നെയിൽ പോളിഷോ അങ്ങനെ എന്തോ സംഭവം കേട്ടോ, എനിക്കറിയില്ല കണ്ടിട്ട്. സ്ത്രീകളുടെ ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന എന്തൊക്കെയോ ഐറ്റംസ് കേട്ടോ, നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വേറെ റെസ്റ്റോറൻറ്റ് കണ്ടേ, അടിപൊളിയായിട്ടുണ്ട്. അതും സ്ട്രീറ്റ് ഫുഡുകൾ സപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും തായ്ലാൻഡ് ലോട്ടറി 100 രൂപ 150 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ എടുക്കുന്നില്ല, എടുത്തു കഴിഞ്ഞാൽ എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടുപോയി മാറും. ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടില്ല. അത് നോക്കി എല്ലാം ഓരോരോ സമ്മാനങ്ങൾ എഴുതി വെച്ച ലോട്ടറികളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പല ബമ്പർ ലോട്ടറികളും ഇല്ലേ നമ്മുടെ നാട്ടിൽ, അന്ന പോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിശദമായിട്ട്. പിന്നെ അതിൻ്റെ സമ്മാന തുകകളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചെറിയൊരു തട്ടിലാണ്, സൂട്ട് കേസ് പോലെയുള്ള ചെറിയ ചെറിയ തട്ടിലാണ് അവർ അങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് കയറുകയാണ്. നമ്മുടെ ഹോട്ടലിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കണം. ഇത് കണ്ടില്ലേ, ചെക്കൗട്ട് ചെയ്ത് വെച്ചവരുടെ ബാഗുകളെല്ലാം കൂടി വലയിട്ട് കെട്ടി മുറുക്കി ഭദ്രമാക്കി വെച്ചത്. ആരും എടുത്തിട്ട് പോകണ്ടെന്ന് കരുതാനാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർസൽ വരുമ്പോൾ എടുത്തിട്ട് പോകാൻ. അപ്പോൾ നമ്മളുടെയും പാർസലുകൾ നമ്മുടെ ക്യാരി ബാഗെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കണം. ഇവിടെ എല്ലാവരുടെയും വെച്ചിട്ടുണ്ട് കേട്ടോ, ചെക്കൗട്ട് ചെയ്യുന്നവരുടെ മാത്രം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കാർഡ് വരും, അതുകൊണ്ട് കാണിച്ചാൽ നമുക്ക് തിരിച്ച് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ വണ്ടിയിൽ അത് കയറ്റി തരും. ഇതാണ് കേട്ടോ സെറ്റപ്പ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കണമെങ്കിൽ പിന്നെയും ടുക്ക് വണ്ടികളോ എല്ലാം ഉണ്ട്. ഇയാളുടെ അടുത്ത് എന്തായാലും ടുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കണം. നമ്മൾ പാർസൽ ബാഗുകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഈ ടുക്ക് റൈഡിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും ഈ അപ്പൂപ്പൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ. ടുക്ക് റൈഡ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. എന്താ